सबको मेरा നമസ്കാർ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജ്ഞാനരഞ്ജൻജി എഴുതിയിട്ടുള്ള പിത എന്ന് പറയുന്ന കഹാനിയാണ്. അപ്പോൾ കഹാനീൻ്റെ ആദ്യത്തെ പാർട്ട് നോക്കി. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ നോക്കാം. लद लद बाहर आम के दो सीकरों के लगभग एक साथ गिरने की आवाज़ आई. वह जानता है पिता आवाज़ से स्थान साधने की कोशिश करेंगे. അപ്പോൾ ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അച്ഛൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും മാമ്പഴം വീഴുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ അവർക്കറിയാം, ഈ മോനറിയാം അച്ഛൻ ആ ആവാസ് കേട്ട സ്ഥലത്തേക്ക് പോയി മാങ്ങയൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കും എന്ന്. टटोलते अंधेरे में आम खोजेंगे और एक गाली गमले में इकट्ठा करते जाएंगे. शायद ही रात में एक दो आम उनसे चूक जाते हैं, ढूंढने पर नहीं मिलते, जिनको सुबह पा जाने के संबंध में उन्हें रात भर संदेह होता रहेगा. അപ്പോൾ ചിലപ്പോൾ കുറേ മാങ്ങ വീഴുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ കുറച്ചെണ്ണേ കിട്ടുള്ളൂ. ആ കിട്ടിയതിനൊക്കെ എടുത്ത് ഒരു പൂച്ചട്ടീൻ്റെ അടുത്ത് കൊണ്ട് ശേഖരിച്ച് വയ്ക്കും. എന്നിട്ട് ഫുള്ള് ബാക്കി മാങ്ങ എവിടെയെന്ന് കുറച്ച് നേരം തിരയും. പിന്നെ തിരഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ അത് എവിടെ പോയിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ട് കുറച്ച് നേരം ചിന്തിച്ചിരിക്കും. പിന്നെ രാവിലെ എണീറ്റിട്ട് जिनको सुबह पा जाने के संबंध में उन्हें रात भर संदेह होता रहेगा. രാവിലെ എണീറ്റിട്ട് നോക്കുക, അല്ലെങ്കിൽ അത് എവിടെ പോയിട്ടുണ്ടാവും എന്നുള്ള സംശയത്തിൽ രാത്രി മുഴുവൻ ഇരിക്കും. दीवार से काफ़ी देर एक ही तरह टिके रहने से उनकी पीठ दुखने लगी थी. नीचे रीढ़ के कमर वाले हिस्से में रक्त की चेतना बहुत हो गई. उसने मुद्रा बदली. അങ്ങനെ ഈ റൂമിൻ്റെ ചുമര് ചാരി നിന്നിട്ടാണ് മകൻ ഇതൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ നടു ഇങ്ങനെ ഒരു മരവിക്കാൻ തുടങ്ങി. ദുഃഖനയിലേക്ക് എന്ന് വെച്ചാൽ മരവിക്കുക. അതിന് ശേഷം അവരെന്താണ്, നീച്ചെ റീട്ടിക്ക് കമർ വാലെ ഹിസ്സയ്ക്ക് രക്തക്ക് ചേതന ബഹുത് ഹോ ഗയി. താഴെ എന്താണ് അവർ നിന്ന് കാലിൻ്റെ അവിടെയൊക്കെ എന്താണ് ഈ തരിക്കുക, രക്തം ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കുറേ നേരം നിന്ന നിപ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ കാലിലൊക്കെ രക്തം കട്ട പിടിക്കില്ല, അതുപോലെ ആയി. അപ്പോൾ അവർ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്റ്റൈല് മാറ്റി. बाहर पिता ने फाटक खोलकर सड़क पर लड़ते चिचियाते कुत्तों को हटकाया. उसे हम बहुत घीच हुई. कई बार कहा, मोहल्ले में हम लोगों का सम्मान है, चार भले लोग आया जाया करते हैं, आपको अंदर सोना चाहिए, ढंग के कपड़े पहनने चाहिए और चौकीदारों की तरह रात को पहरा देना बहुत ही बदला लेता है. അപ്പോൾ അപ്പോഴത്തേനും അച്ഛൻ എന്താണ് പുറത്ത് ഗേറ്റൊക്കെ തുറന്നിട്ട് റോഡിൽ പട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്ന പട്ടികളെ ഓടിച്ചു വിടുമായിരുന്നു. ഉസേഹ് ബഹുത് ഗിഞ്ചായി. അപ്പോൾ മനം ഭയങ്കര ദേഷ്യം വന്നു. അതുപോലെ അച്ഛൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾ മക്കൾക്കാർക്കും ഇഷ്ടമല്ല. കാരണം അവർ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് രാത്രി മറ്റുള്ളവർ ഉറങ്ങുമായിരിക്കും, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. അപ്പോൾ അച്ഛനിങ്ങനെ ഭയങ്കര ശബ്ദത്തിലായിരിക്കും ജന്തുക്കളെയൊക്കെ ഓടിച്ചു വിടുന്നത്. അപ്പോൾ ആ മകൻ പറയാണ്, ഒരുപാട് വട്ടം ഈ മക്കൾ പറഞ്ഞിട്ടുണ്ട്, മുഹല്ലൈമേ ഹം ലോഗും കാ സമ്മാന ഹേ, ഈ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ട്. ചാർ ഭലേ ലോഗ് ആയാ ഛായാ കർത്തേ ഹേ, ഇവിടെ 4-5 ആൾക്കാർ നല്ല ആൾക്കാർ വന്നും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കണ്ട, അകത്ത് പോയിട്ട് കിടന്നുറങ്ങ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് വസ്ത്രമൊക്കെ ധരിക്കുക, അല്ലാതെ സെക്യൂരിറ്റിനെ പോലെ രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ എന്ന് ഒരുപാട് വട്ടം പറഞ്ഞു നോക്കിയതാണ്. ലേക്കിൻ പിതാക്കി അകട്ട് മേ കബി കോയി झोल नहीं आता. उल्टा सीधा पता नहीं कहाँ किस दर्जों से कुर्ता कमीज सिलवा लेते हैं. टेढ़ी जेब, सदरी के बटन ऊपर नीचे लगा, सुबह സൊസൈറ്റി മേ ചലേ ജായെങ്കിൽ ഘർ ഭർ കോ ബുറാ ലഗ്താ ഹേ. പക്ഷേ അച്ഛൻ ഇതൊന്നും അംഗീകരിക്കുന്ന സ്വഭാവക്കാരനല്ല. എന്ത് പറഞ്ഞാലും അതിന് തർക്കുത്തരം ഉണ്ടാവും. പിന്നെ അച്ഛൻ ഡ്രസ്സ് തയ്പ്പിക്കുന്നത് എവിടെ നിന്നാണെന്ന് ദൈവത്തിനറിയാം. കാരണം എപ്പോഴും ഒരു വൃത്തിയില്ലാത്ത തരത്തിലായിരിക്കും ഡ്രസ്സ് തയ്പ്പിക്കുന്നത്. ഒരു അവിടെ ഇവിടെയും ബട്ടൺ വയ്ക്കുക, അതുപോലെ തന്നെ പോക്കറ്റ് അടിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു വൃത്തിയില്ലാത്ത
ഒരു പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുന്നത്. സഭയിലും സൊസൈറ്റിയിലൊക്കെ എന്നിട്ട് അതിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. വീട്ടുകാരോ എല്ലാവരും എന്താണ് ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടും അച്ഛൻ അതൊന്നും അംഗീകരിക്കാറില്ല. ലോഗോं के बोलने पर पिता कह देते हैं आप लोग जाइए ना भाई, लोगों के बोलने पर पिता कह देते हैं आप लोग जाइए ना भाई, कॉफ़ी हाउस में बैठिए, छूटी विनैती के लिए बहरा को टिप कीजिए, रहमान के हम 1.5 रुपये वाला बाल कटाइए, मुझे क्यों घसीटते हैं. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അച്ഛൻ ഞങ്ങളോട് തിരിച്ചു പറയും ആപ് ലോഗ് ജായേ ന ഭായ്, നിങ്ങൾ പൊക്കോ, ഞാനതിന് നിങ്ങളുടെ അടുത്ത് പോകണ്ടെന്നൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ കോഫി ഹൗസിൽ പോയിട്ട് ഇരിക്കി, എന്നിട്ട് നിങ്ങളുടെ ജാട കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബേരയ്ക്ക് ടിപ്പ് കൊടുക്ക്. അതുപോലെ തന്നെ റഹ്മാൻ്റെ ഹം 1.5 रुपये वाला बाल, ഇവിടെ സാധാരണ ബാർബർ ഷോപ്പിൽ 10 രൂപയ്ക്ക് അല്ലെങ്കിൽ എന്താണ് 5-10 മുടി വെട്ടുന്നത് നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നല്ല കാശ് കൊടുത്ത് മുടി വെട്ട്, ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ. മുജെ ക്യോം ഘസീട്തേ ഹി, നിങ്ങൾ എന്തിനാണ് എന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കും. लोगों का बोलना चुटकी भर में धरा रख जाता है. पिता वैसे तो चुप रहते हैं, लेकिन जब बात बहस में उन्हें खींचा जाता है तो काफ़ी करारी और हिंसात्मक बात कह जाते हैं. ആദ്യമൊക്കെ ആൾക്കാർ പറയുന്നത് അംഗീകരിക്കില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കേൾക്കും. പിന്നുണ്ട് അച്ഛൻ നല്ല വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്നുള്ള രീതിയിലുള്ള മറുപടിയൊക്കെ പറയും. उल्टे उन्हें घेरने वाले हम भाई बहन अपराधी बन जाते हैं. कमरे से पहले एक भाई हिसकेगा, फिर दूसरा, फिर बगन और तीसरा. चुपचाप सब खींचे हारे घिसकते रहेंगे. अंदर फिर माँ जाएगी और विजयी पिता कमरे में घीत पड़ने लगेंगे या छोला लेकर बासा सौदा लेने चले जाएगा. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും വരും, എന്നിട്ട് എല്ലാവരും തോറ്റ് തുന്നം പാടിയിട്ട് അവരവരുടെ കാര്യം നോക്കി പോവും. പിന്നെ അമ്മ പോവും, പിന്നെ അച്ഛൻ എല്ലാവരെയും ജയിച്ചു എന്നുള്ള ഭാവത്തിൽ പാട്ടും പാടിയിരിക്കും. ചിലപ്പോൾ ഒരു സഞ്ചി എടുത്തിട്ട് മാർക്കറ്റിലേക്ക് പോവും. होती हमेशा यही है, सब मन में तय करते हैं आगे से पिता को नहीं घेरेंगे. അപ്പോൾ ഓരോ വട്ടം ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കും ഇനി അച്ഛൻ്റെ ഒരു കാര്യത്തിലും ഇടപെടൂലാന്ന്. लेकिन थोड़ा समय गुजरने के बाद फिर लोगों का मन पिता के लिए उमड़ने लगता है. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സും എന്താണ് അച്ഛന് വേണ്ടിയിട്ട് അലയും, ഇല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. लोग मौका ढूंढने लगते हैं पिता को किसी प्रकार अपने साथ की सुविधाओं में थोड़ा बहुत शामिल कर सके. पर ऐसा नहीं हो पाता. ഓരോ വീട്ടിലെ ഓരോ മെമ്പേഴ്സും അച്ഛനെ എങ്ങനെയെങ്കിലും അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ് തിരഞ്ഞു നടക്കുകയാണ്. പക്ഷെ അച്ഛൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇവരുടെ കൂടെ കൂടൂല. മീൻസ് ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഇവിടെ. അച്ഛൻ ഇവരെ ഒട്ടും അംഗീകരിക്കില്ല. അതായത് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ള രീതിയിലാണ് അച്ഛൻ നടക്കുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ അച്ഛൻ ഇവരുടെ കൂടെ നടക്കണം എന്നാണ്. അപ്പോൾ പഴമയും പുതുമയും തമ്മിലുള്ളൊരു ഗ്യാപ്പ്. पर ऐसा नहीं हो पाता. वह सोचने लगा भूखे के सामने खाते समय होने वाली विदा सरीकी सी स्थिति में हम रहा करते हैं. भूखी के सामने खाते समय होने वाली विदा सरीकी की सी स्थिति में हम रहा करते हैं. इथे भी अपना खाना हम अभी स्थगित नहीं करते, फिर भी पिता की असंतृप्ति के कारण व्याकुल और अधीर तो है कि. അപ്പോൾ ഈ മക്കളുടെ അവസ്ഥ എന്ന് വെച്ചാൽ വിശന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വിശന്ന് വലഞ്ഞൊരു വ്യക്തി മുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനും പറ്റൂല, ഇവർ കൊടുത്താൽ അവർ കഴിക്കൂല. ഇവർക്ക് ആ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിൻ്റെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഈ മക്കൾക്ക്. അച്ഛൻ എന്ത് കൊടുത്താലും അച്ഛനത് വാങ്ങൂല. അച്ഛൻ്റെ ഈഗോയിൽ അച്ഛൻ നിൽക്കുകയാണ്. മക്കൾക്കാണെങ്കിൽ അച്ഛൻ കൂടെ വേണമെന്നുമാണ്. അപ്പോൾ
വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ മക്കൾ നിൽക്കുന്നത്. पिता अद्भुत और विचित्र है. वह सोचते हुए उठा. कमरे में घूमने या सिगरेट पी सकने की सुविधा नहीं थी, अन्यथा वह वैसे ही करता. उसने सो जाने की इच्छा की और अपने को असहाय पाया. അപ്പോൾ അച്ഛൻ ഒരു അത്ഭുതവും ഇല്ലെങ്കിൽ വിചിത്ര എന്താ പറയുക ഭയങ്കര വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിത്വമുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് വലിക്കണം എന്ന് തോന്നി, പക്ഷെ അതിനുള്ള സിറ്റുവേഷനും ഈ മകന് ഇല്ല. उसने सो जाने की इच्छा की और अपने को असहाय पाया. शायद नींद नहीं आ सकेंगी. एक ख्याल उसे घबराने वाला लगा. पिता अद्भुत और विचित्र है, ये बात वह भूल नहीं रहा था. पिछले झाड़ों में वह अपने लोभ को कुचलकर बमुश्किल एक कोट का बेहतरीन कपड़ा पिता के लिए लाया. पहले वह उसे लेने को तैयार नहीं हुई, लेकिन माँ के काफ़ी गुटकने फुटकने से राजी हो गई और उसी गुलदाबाद के किसी लपटू मुल्ला दर्जम के हम सिलाने चल दिए. सुधीर ने कहा, कपड़ा कीमती है, चलिए एक अच्छी जगह में आपका नाप दिलाऊँ तो वह ठीक सिएगा, मेरा परिचित भी है. അങ്ങനെ അച്ഛൻ ഒരു അദ്ഭുത അല്ലെങ്കിൽ വിചിത്ര വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മറക്കാനേ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു ദിവസം ഇതുപോലെ ഈ മകനുണ്ടല്ലോ, അവരിങ്ങനെ കുറച്ച് കാശ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഒരു വില കൂടിയ വസ്ത്രം വാങ്ങിച്ചു. ഈ എന്താ പറയുക, അച്ഛനത് ഇട്ടാൽ രസം ഉണ്ടാവും, ഇല്ലെങ്കിൽ അച്ഛനത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ ഓർത്തിട്ട് വാങ്ങി വരികയാണ്. അപ്പോൾ അച്ഛനത് വാങ്ങാൻ റെഡി ആവുന്നില്ല. പിന്നെ അമ്മയൊക്കെ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം അച്ഛനത് വാങ്ങിച്ചിട്ട് സാധാരണ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ അവിടെ കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഈ സുധീർ പറഞ്ഞു, ഈ വാങ്ങിച്ച തുണി ഭയങ്കര വില കൂടിയതാണ്, അതുകൊണ്ട് നല്ല സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ അളവെടുത്തിട്ട് തയ്പ്പിച്ചാൽ മതി, അവർ നന്നായിട്ട് അടിക്കും, എനിക്കൊരു പരിചയമുള്ളൊരു ടൈലർ ഉണ്ട്, അവരുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞോളാം എന്ന് പറയും. इस बात पर पिता ने काफ़ी हिकारत उगली. वो चिढ़ उठे, मैं सबको जानता है, वही म्यूनसिपल मार्केट के छोटे मोटे दर्जों से काम कराते और अपना लेबल लगा लेते हैं. അപ്പോഴത്തേനും അച്ഛൻ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അച്ഛൻ എന്താ പറഞ്ഞത്, എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം, ഈ മുനിസിപ്പൽ മാർക്കറ്റിൽ ചെറിയ കടയിൽ ആൾക്കാരെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഈ വലിയ കമ്പനിക്കാർ അവരുടെ ലേബൽ ഇടുകയല്ലേ. साहब लोग, मैंने कलकत्ते के हाल एडरसन के सिले कोट पहने हैं अपने ज़माने में, जिनमें हम अच्छे घासे യൂറോപ്യൻ लोग कपड़े सिलवाते थे. എന്നിട്ട് പറയണം, മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ കൽക്കത്തയിലെ ഏറ്റവും വലിയ ഹാൾ എഡർസൺ എന്ന് പറയുന്ന ഒരു ലേബലുള്ള അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനീൻ്റെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. ये फैशन जिसके आगे आप लोग चक्कर लगाया करते हैं, उसके आगे पाव की धूल है. ഞാൻ പണ്ട് എൻ്റെ കാലത്ത് ധരിച്ചിരുന്ന ആ ഒരു ഫാഷൻ, അത് നിങ്ങളിപ്പോൾ ഈ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുന്ന കമ്പനികൾ ഞാനിട്ട ഡ്രസ്സിൻ്റെ 7 അയലത്ത് പോലും വരൂല, എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണാണ് എന്നൊക്കെ അച്ഛൻ പറയാണ്. മുझे व्यर्थ पैसा नहीं खर्च करना है, എനിക്ക് വെറുതെ കാശൊന്നും ചിലവാക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാണ്. कितना परस्पर विरोधी तर्क किया है पिता ने, ऐसा वो अपनी जीत को सर्वोपरि रखने के लिए किया करते हैं. അപ്പോൾ അച്ഛൻ ഒരുപാട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് അച്ഛൻ്റെ ഈഗോ ഇത്രയും വലിയൊരു കാര്യമായിട്ട് അച്ഛൻ കൊണ്ടു നടക്കുന്നത്? അവസാനം സുധീർ പറഞ്ഞു, കപ്പട ചോട് ദി. സുധീറിനെ ബി കപ്പട ചോട് ദിയ. സുധീർ വാങ്ങിച്ചിട്ട് വന്ന ഡ്രസ്സ് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീർ ആ ഡ്രസ്സിൻ്റെ കാര്യം വിട്ടു. ജഹാൻ ചാഹേ സിൽവായേ യാ ഭാഡ് മേ ഝോങ്കായിയേ ഹമേ ക്യാ ധീമേ ധീമേ ബുദ്ബുദായി. അവസാനം അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യില്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും കളയാണെങ്കിൽ കളഞ്ഞോ, എനിക്കെന്താ അപ്പോൾ എന്ന് അവൻ പറഞ്ഞു. ഏ പിതാ ബാഹർ आग बका कर उठ पड़े. शायद थोड़ी देर पहले जो आम बगीचे में घिरा था उसकी आवाज़ कैसे उन्हें सुनाई पड़ी हो. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും വീണ്ടും ഒരു മാമ്പഴം വീണു. അച്ഛൻ
ഒരു പക്ഷെ അതെടുക്കാൻ പോയിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്. वह खिड़की के बाहर देखने लगा. किंचित टिका टिका सा पीठ के पसीने से बनियान चिपक गई थी. बाहर टूटी हुई गर्मी. मन उसका मधा चाहता था. बीवी बड़ी आराम से सो रही थी. അങ്ങനെ ഇവൻ ഖിഡ്കിയിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പത്തേനും ഇവരുടെ ബനിയൻ മുഴുവൻ, നല്ല വെയിലുള്ള സമയമാണ്, അതിങ്ങനെ വിയർത്ത് ബനിയൻ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ട്. അകത്തും പുറത്തും ഒക്കെ ഭയങ്കര ചൂടാണ്. നോക്കുമ്പോൾ ഇവൻ്റെ വൈഫ് നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇസി കുഷ് പത്താ നഹി, അവൾക്കൊന്നും അറിയില്ല. ഷായദ് പിതാക്കി ഘാട്ട് ഗാലി തീ. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ അച്ഛനും എണീറ്റിട്ടുണ്ടാവുമോ എന്ന് ഇവൻ മനസ്സിൽ ഓർക്കുകയാണ്. വ ഘിറ ആം ടട്ടോലിനെ കേലിയെ ബഹിയാമേ ഗുസേ ഹോങ്കെ. ചിലപ്പോൾ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ബഗീച്ചയിലേക്ക് പോയിട്ടുണ്ടാവും, മാങ്ങ വീഴുന്ന സൗണ്ട് കേട്ടിട്ട്. പിതാ കിത്തിനെ വിചിത്ര ഹേ. വീണ്ടും അവർ മോൻ പറയാണ് അച്ഛൻ എത്ര വിചിത്രമായിട്ടുള്ള വ്യക്തിത്വമുള്ള ആളാണ് എന്ന്. ലംബേ സമയ സേവ കേവൽ ദോ ഹി ഗ്രന്ഥ പഠിത്തേ ആ രഹേ ഹേ, ഇന്ദ്രവത് നിയമവത് രാമായൺ ഔർ ഗീത. ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം രാമായണവും മഹാഭാരതവും രാമായണവും ഗീതയും മാത്രമാണ് വായിക്കുന്നത്. ലംബേ 35 വർഷം തക് അഖണ്ഡ് കേവൽ രാമായൺ ഔർ ഗീത. കഴിഞ്ഞ 35 വർഷമായിട്ട് കേവലം രാമായണവും ഗീതയും മാത്രം. ഉസ്കെ പെഹലെ യുവകാൽ മേ ജോ കുച്ച് ജിതന കുച്ച് പഠാ ഹോ ഉനോനെ. അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അവർ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും വർഷം 2 ബുക്ക് മാത്രം വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നത് എന്ന് മകൻ ആലോചിക്കുകയാണ്. उसे कभी भयावह, कभी सम्मानजनक और कभी झूठ लगता. इस देख सोचकर कि कोई व्यक्ति केवल 2 ही पुस्तकों में ज़िंदगी के 35 वर्ष काट सकता है और कैसे काट लेता है. അപ്പം മകൻ വീണ്ടും അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും വർഷം ഈ 2 പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിലെ കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നത്. ഒരേ സമയം പേടിയും അതേപോലെ ഒരേ സമയം ബഹുമാനവും ഒക്കെ തോന്നുകയാണ് മോന്. തബി ഉസ്കാ ബച്ച कुनमुनाकर रोने लगा. उसके तपाक से खिड़की छोड़ी और अपने बिस्तरों पर झूठ मूठ सो गया. ऐसे न हो कि देवा बच्चे के रोने से उठ पड़े और उसे संदिग्ध अवस्था में देख बहुत से बेकार प्रश्नों द्वारा हल्कान करना शुरू कर दे. അപ്പോഴത്തേനും ഇവരുടെ മോൻ എണീറ്റ് കരയാൻ തുടങ്ങി. അവൻ കരയാൻ തുടങ്ങിയ ഉടനെ ഇയാൾ വേഗം കട്ടിൽ ഉറങ്ങുന്ന പോലെ കിടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ എണീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ എണീക്കും. അപ്പോൾ ഭാര്യ എണീക്കുമ്പോൾ ഇയാൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, എന്ത് നോക്കിയിരിക്കുക ഈ രാത്രിയിൽ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ബേക്കാർ ക്വസ്റ്റ്യൻസ്, വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഉറങ്ങുന്ന പോലെ കിടക്കുന്നല്ലേ എന്ന് ഓർത്തിട്ട് അയാൾ അങ്ങനെ കിടക്കുകയാണ്. ദേവ ബച്ചയ്ക്ക് മുഹമ്മേ സ്തൻ ധേ പഹലെ ഹി സി बेखबर हो गई. वह खुद बिस्तरे पर सोता मालूम पड़कर भी जागता रहा. स्तन चूसने की चप चप आवाज़ आती रही और थोड़ी देर बाद बंद हो गई. അങ്ങനെ കുട്ടി കരഞ്ഞു. ഭാര്യ എണീറ്റ് കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് കിടന്നുറങ്ങി. അപ്പോൾ കുറേ ബേക്കാർ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഉറങ്ങിയ പോലെ കിടക്കുകയും ചെയ്തു. उसने तय किया कि वह देवा के बारे में ही कुछ सोचे अथवा उसके शरीर को छूता रहे. उसने देवा के कुल्हे पर हाथ रख दिया, लेकिन उसे तनिक भी उत्तेजना अपने अंदर महसूस नहीं हुई. उसने थोड़ी देर उत्तेजना की प्रतीक्षा की. अपनी इस हरकत से उसे ऊब होने लगी और मन भी लांछित करने लगा. बाहर पिता सो या जाग रहे हैं, जैसे भी हो वह बड़े ज़बरदस्त है इस समय. बाहर रहकर बाहरी ഹോത്തെ ജാ രഹേ ഹേ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് ഇനിയിപ്പോൾ ഞാൻ ഇത്ര നേരം അച്ഛനെക്കുറിച്ച് ആലോചിച്ചു, ഇനി കുറച്ച് ദേവ എൻ്റെ വൈഫിനെ കുറിച്ച് ചിന്തിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ചിന്തിക്കുന്ന സാധനങ്ങളെ ഒരുപാട് നേരമായിട്ട് ഒരാളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഭാര്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. പക്ഷെ അതും പറ്റുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നാണ്. എന്നിട്ട് വീണ്ടും അച്ഛനെ നോക്കുകയാണ്. എന്നിട്ട് ഒരു സെൻറ്റൻസ് പറയാണ്, ബാഹർ രഖ്കർ ബാഹരി ഹോത്തെ ജാ രഹി ഹെ. അച്ഛൻ എപ്പോഴും പുറത്ത് കിടന്നിട്ട് പുറത്ത് തന്നെ ആയിപ്പോവുമല്ലോ, മറ്റു വീട്ടുകാരൻ്റെ ഇടയിൽ അച്ഛൻ എപ്പോഴും പുറത്ത് തന്നെയാണ്
അച്ഛൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും കൂടെ മകൻ ആലോചിക്കുകയാണ്. घर के अंदरूनी हिस्सों में लोग कम आराम से किसी तरह सो तो गए ही होंगे. वह विषादग्रस्त हुआ और अनुभव करने लगा, हमारे समाज में बड़े बूढ़े लोग जैसे बहू बेटियों की निजी जीवन को स्वच्छंद रहने देने के लिए अपना अधिकांश समय बाहर व्यतीत किया करते हैं. क्या पिता ने भी वैसा ही करना तो नहीं शुरू कर दिया है? അപ്പോൾ ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ സുഖമായിട്ട് നല്ലോണം കിടന്നുറങ്ങുന്നുണ്ടാവും എന്നാലോചിച്ചിട്ട് വിഷമിക്കുകയാണ്. എന്നിട്ട് കാരണം അച്ഛൻ ഉറങ്ങുന്നില്ലല്ലോ. എന്നിട്ട് വീണ്ടും പറയാണ്, നമ്മുടെ സൊസൈറ്റിയിലൊരു രീതിയുണ്ട്. ഈ വയസ്സായ അച്ഛനമ്മമാർ പുറത്ത് കിടക്കുക, മക്കളും മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അധികം നിൽക്കാതെ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, സൊസൈറ്റിയിൽ ഈ വയസ്സായ ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. മക്കളും മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അധികം തലയിടണ്ടെന്ന് ഓർത്തിട്ട് പതിയെ പമ്മി പുറത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ ഇവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് അധികം സമയം പുറത്ത് ചിലവഴിക്കുക. അച്ഛൻ ഇനി അത് ആലോചിച്ചിട്ടാണോ മക്കൾക്കും മരുമക്കൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഈ ഒഴിഞ്ഞു മാറുന്നത് എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. ഉസേ പിതാക്കെ ബൂട്ടേപ്പൻ കാ ഖ്യാൽ ആ കർക്കെ സിരഹൻ ഹുയേ. അച്ഛന് വയസ്സായി തുടങ്ങിയോ എന്ന് ആലോചിച്ചിട്ട് തന്നെ മകന് ടെൻഷൻ വരാൻ തുടങ്ങി. ഫിർ ഉസ്നെ ടൂട്ടെ दृढ़ता से सोचा, पिता अभी बूढ़े नहीं हुए हैं, उन्हें प्रदक्षिणा हमारे साथ साथ जीवित रहना चाहिए. बरसक पुरानी जीवन व्यवस्था कितनी कठोर थी, उसके मस्तिष्क में एक भिंजाव आ गया. विषाद सर्वोपरि था. അച്ഛന് വയസ്സായി എന്ന് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല അച്ഛന്. എന്നിട്ട് അദ്ദേഹം ശക്തിയായിട്ട് ആലോചിക്കാനില്ല, അച്ഛന് വയസ്സായിട്ടൊന്നുമില്ല. അച്ഛൻ എന്താണ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം പഴയ ജീവിതമൊക്കെ എത്ര കഠിനമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുകയാണ്. അച്ഛന് വയസ്സാകുന്നത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര വിഷമം വരികയാണ് മകന്. उसे आंखों में हल्का जल लगाने लगा. अगर कोई शीत युद्ध न होता पिता और पुत्रों के बीच तो वह उन्हें जबरन पंखों के नीचे लाकर सुला देता. മാൻ്റെ കണ്ണിൽ കുറച്ച് കണ്ണീരിങ്ങനെ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ അച്ഛനും മക്കളും കൂടി ഇല്ലെങ്കിൽ അച്ഛൻ പുറത്തു പോയി കിടന്നാൽ മകൻ പിടിച്ചു വലിച്ച് ഫാനിൻ്റെ അടുത്തൊക്കെ കൊണ്ട് കിടത്തുമായിരുന്നു. लेकिन उसे लगा कि उसका युवापन एक प्रतिष्ठा की जीत का ही चुराई बैठा है. പക്ഷെ മകൻ ഇങ്ങനെ ആലോചിക്കാൻ, ഞാനിപ്പോൾ വളർന്നു പോയതുകൊണ്ട് എൻ്റെ യുവാപ്പൻ, എൻ്റെ ഒരു ഞാൻ യൂത്തായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, അതിപ്പോൾ ഈഗോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ അച്ഛൻ പുറത്ത് പോയിട്ട് കിടന്നാൽ അച്ഛനെ എങ്ങനെയെങ്കിലും എടുത്തു കൊണ്ടുവന്നിട്ട് റൂമിനകത്ത് അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ കിടത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ഞങ്ങളും വളർന്നപ്പോൾ ഞങ്ങളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അച്ഛൻ എന്തോ ചെയ്യട്ടെ എന്നുള്ളൊരു തോന്നലാണ് ഇപ്പം മനസ്സിൽ. ഇസ് പ്രതിഷ്ഠ के आगे कभी बहुत मजबूर कभी कमज़ोर हो जाता है और उसे भुगत भी रहा है. दरअसल उसका जी अक्सर चिल्ला उठने को हुआ है. पिता तुम हमारा निषेध करते हो, तुम ढोंगी हो, अहंकारी वज्र अहंकारी. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛനെ ഭയങ്കര സ്ട്രോങ് ആക്കുന്നുണ്ട്. അതേസമയം മക്കളുടെ മുന്നിൽ ഒന്നും എന്താണ് താഴ്ന്നു കൊടുക്കാതെ അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം അത് അച്ഛൻ്റെ വീക്ക് പോയിൻ്റുമാണ്. അപ്പോൾ ഈ മകനിടയ്ക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് പറയണമെന്ന് തോന്നും, അച്ഛൻ ഈ ഞങ്ങളെ നിഷേധിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തും ഠോങ്കി ഹോ, നിങ്ങൾക്ക് എന്ത് ജാടയാണ്, അഹങ്കാരി വജ്ര അഹങ്കാരി, നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറയാൻ തോന്നും. ലേക്കിൻ വ കബി ചില്ലായ നഹി, പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് തുറന്നു പറഞ്ഞില്ല. ഉസ്ക ചില്ലാ സക്ന മുംകിൻ ബി നഹീത്ത, ഒച്ചത്തിൽ നിലവിളിക്കുക എന്ന് ഇവർക്ക് ചിന്തിക്കാനും പോലും പറ്റാത്ത കാര്യമാണ്. വ അനുഭവ കർത്ത താ ഉസ്കെ സാമനെ സിന്ദഗി പടി ഹെ और पिता पर इस तरह चिल्लाने में उसका नुकसान हो सकता है. എന്നിട്ട് പറയണോ അങ്ങനെ നിലവിളിക്കാൻ പറ്റൂല, നിലവിളിച്ചാൽ പിന്നെയും അച്ഛൻ്റെ തന്നെ കാല് പിടിക്കേണ്ടി വരും. ഇപ്പോഴും എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇപ്പോഴും അച്ഛൻ്റെ ആവശ്യമുണ്ട് ഇവർക്ക്. ഉസ്കോ ലഗാ പിതാ ലഗാതാർ വിജയ് ഹെ, അച്ഛൻ തന്നെയാണ് എപ്പോഴും വിജയ്. ഞങ്ങൾ ഇത്ര വലുതായാലും അച്ഛൻ ഇത്ര വയസ്സായിട്ടുണ്ടെങ്കിലും അച്ഛൻ തന്നെയാണ് വിജയ്. കഠോർ ഹൈ തോ ക്യാ ഉन्होंने पुत्रों के सामने अपने को कभी
പസാര നെഹി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര വയസ്സായിട്ടും അച്ഛൻ ഒരിക്കലും മക്കളുടെ മുന്നിൽ ഒന്നിനു വേണ്ടിയിട്ടും കൈ നീട്ടിയിട്ടില്ല. അത് തന്നെയാണ് അച്ഛൻ്റെ വിജയം എന്ന് പറയുന്നതും. लगता है दीवारों पर भी पसीना चुभचुहा आया है. खुद को चुरा भोंगी देने या दीवार पर सिर पटकने या सोती बीवी के साथ पाशविक हो जाने का ढोंग सोचने के बाद भी गर्मी की बेचैनी नहीं कटी. उसने ईश्वर को बुदबुदाना चाहा, लेकिन वैसा नहीं किया. केवल हल्के हल्के हाथ के पंचों से सिर के बालों को तबोश कर वह रख गया. मौसम की गर्मी से कहीं अधिक प्रबल पीता. അങ്ങനെ വീണ്ടും എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ ദിവാറിൽ വാളിലും വേർപ്പ് ഇങ്ങനെ കൂടി തുടങ്ങി. ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം ഭാര്യ കിടന്നുറങ്ങുന്ന ഭാര്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല. വീണ്ടും എന്താണ് അച്ഛനെക്കുറിച്ച് ഓർക്കുകയാണ്. ഇദ്ദേഹം വെറുതെ ഇവരുടെ തലയിൽ ഇങ്ങനെ ഭാലോം കോ തബോഷ് കർ വഹ് രഖ് ഗയാ, മുടി ഇങ്ങനെ തലോടിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മൗസം കി ഗർമി സെ കഹി അധിക് പ്രബൽ പിതാഹെ. ഓൾറെഡി ചൂടുണ്ട്, അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതേസമയം അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളും ഇയാളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. उसके सामने घटना मजबूती से ढंक गई. उसने घटना को मन में दोहराया. वायुसेना में नौकरी करने वाला उसका कप्तान भाई बहन के यूनिवर्सिटी के गर्जों के लिए 2 वर्ष तक 50 रुपये बेचता रहा था. അപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും കൂടെ ഇദ്ദേഹം ഓർക്കുകയാണ്. അത് നല്ല രീതിയിൽ ഓർക്കുകയാണ്. എന്നിട്ട് വീണ്ടും മനസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു ഓർമ്മ പുതുക്കുകയാണ്. ഇവരുടെ ഒരു സഹോദരനുണ്ട് കഫ്താൻ ഭായ്. അവർ എയർഫോഴ്സിൽ ജോലി ചെയ്യുമായിരുന്നു. വായുസേനാമേ നൗക്കരി കർണേ വാല, എയർഫോഴ്സിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവരുടെ ഒരു സിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ആ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഓരോ മാസവും 50 രൂപ വെച്ചിട്ട് അയക്കുമായിരുന്നു. അങ്ങനെ 2 കൊല്ലം 50 രൂപ വെച്ചിട്ട് അയച്ചു. ഒരു ദിവസം एक बार अक्सर अकस्मात कप्तान भाई होली अवकाश मनाने घर आ गया था. पिता ने उसके हाथों में उसके नाम की 1200 रुपयों वाली एक पासबुक थमा दी. പെട്ടെന്ന് ഈ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾ ഹോളി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. ആ സമയത്ത് അച്ഛൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, അതായത് ഈ എയർഫോഴ്സ് കഫ്താൻ ഭായിൻ്റെ പേരിലുള്ള ഒരു പാസ്ബുക്ക് അദ്ദേഹത്തിന് കൊടുത്തു. അതിലെത്രയാണ് 1200 റുപ്പയെ ഉണ്ടായിരുന്നു. ഈ ഓരോ മാസം 50 രൂപ വെച്ചിട്ട് 2 വർഷം കൊടുത്ത മുഴുവൻ കാശും അയാളുടെ പേരിൽ തന്നെ അച്ഛൻ ബാങ്കിൽ ഇട്ടിരുന്നു. സബ്കോ ഈ ബഡ ആശ്ചര്യജനക് ലഗ. ഈ കണ്ടു നിൽക്കുന്നവർക്ക് ഇത് ഭയങ്കര ആശ്ചര്യം ഉള്ളതായിരുന്നു. കാരണം ഒരു ബ്രദർ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുകയാണ്. പക്ഷേ അത് ആരോടും ആലോചിക്കാതെ അച്ഛൻ അയാളുടെ പേരിൽ തന്നെ കാശ് ഇടുന്നു, അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ലേക്കിൻ ഇസ് ബാത് സെ ഉസെ ദുഃഖ് ഔർ सबको ये बड़ा आश्चर्यजनक लगा. कप्तान भाई को हैरत हुई और हल्की खुशी भी की. एकाएक काफ़ी रुपये मिल गई. കഫ്താൻ ഭായിക്ക് ഇത് ഭയങ്കര ആശ്ചര്യമുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതീക്ഷിക്കാത്ത ഒരു കാശ് 2 വർഷത്തെ ഇത്രയും വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് കിട്ടുന്നതിൽ സന്തോഷവും ഉണ്ടായിരുന്നു. ലേക്കിൻ ഇസ് ബാത് സെ ഉസെ ദുഃഖ് और പരാജയ का भान भी हुआ. പക്ഷേ കഫ്താൻ ഭായിക്ക് ഈ ഒരു സംഭവത്തിൽ ദുഃഖം ഉണ്ടായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടവനായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. കാരണം ഉസ്നെ അപ്നെ കോ ചോട്ടാ മഹസൂസ് കിയ. അയാൾ തീരെ ചെറുതായ പോലെ അയാൾക്ക് തോന്നി. 2 वर्ष तक बहन के लिए उसने जो थोड़ा बहुत किया वह सब एक पल में घटकर नगण्य हो गया. 2 വർഷമായിട്ട് ഈ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്യാമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു കഫ്താൻ ഭായിക്ക്. പക്ഷേ അത് ഒറ്റ നിമിഷം കൊണ്ടാണ്, അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി. फिर भी वह अनुभव कर रहा था कप्तान भाई ज़्यादा सोचते नहीं, खिलाड़ी तबीयत के हैं, यान की तरह चुटकी में धरती छोड़ देते हैं. कितने मस्त के कप्तान भाई. പക്ഷേ കഫ്താൻ ഭായിൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഇവർക്കൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അങ്ങനെയൊന്നും അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിക്കുന്ന ടൈപ്പല്ല. ഏട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്ലെയിൻ എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് പറക്കുന്നത് അതുപോലെ തന്നെ ഏട്ടൻ്റെ മനസ്സും മാറും.
उसे लगा कि पिता एक बुलंद भीमकाय दरवाजे की तरह घटे हैं जिससे टकरा टकरा हम सब निहायत ഭിത്തി और ദയനീയ होते जा रहे हैं. അപ്പോൾ ഈ മകന് തോന്നുകയാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ബുലന്ത് ഒരു വലിയ ഭീമകായ ദർവാസയാണ്, ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള വലിയ വാതിലാണ്, വീടിൻ്റെ വലിയൊരു ഡോറാണ്. അതിൽ ആര് വന്ന് മുട്ടിയാലും ദയനീയമായിട്ട് തട്ടിയാലും അച്ഛനത് കേൾക്കും. ഇല്ലെങ്കിൽ ആരുടെയും കനിവില്ലാതെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത് എന്ന് മകൻ ആലോചിക്കുകയാണ്. इस घटना को याद करके और पिता के प्रति घिन्न हो जाने पर भी उसने चाहा कि वह खिड़की से पिता को अंदर आकर सो रहने के लिए ആഗ്രഹപൂർവ്വം കഹെ ലേക്കിൻ വ ഐസാ നഹി കർ സകാ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് തോന്നി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും അച്ഛനെ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തണം എന്ന്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു മകൻ, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. വ അസന്തോഷ് और സഹാനുഭൂതി दोनों के बीच असंतुलित भटकती रही. അദ്ദേഹം എന്താണ്, അച്ഛനോടുള്ള സഹാനുഭൂതിയും ഉണ്ട്, അച്ഛൻ പുറത്ത് കിടക്കുന്നതിലുള്ള ഒരു സന്തോഷമില്ലായ്മൻ്റെയും ഇടയിലായിരുന്നു ഈ മകൻ നിൽക്കുന്നത്. न लोकोशोट से उड़ती इंजनों की शटिंग ध्वनि, न कंक्रीट की हैंडट्रक पर से होकर आती धूमनगंज की ओर इक्के तुक्के लौटते इक्कों के घोड़ों की टापे, न चगड़ते कुत्तों की भौंक भंक. बस का ही उल्लू एक गधी एक वजन और एक बीभत्सा में बोल रहा है. रात्रि में शहर का आवास कुछ पलों के लिए मर सा गया है. उसको उम्मीद हुई कि किसी भी समय दूर या पास से कोई आवाज़ अकस्मात उड़ आएगी, घड़ी टनटना जाएंगी या किसी दौड़ते हुए ट्रक का तेज लंबा हॉर्न बज उड़ेगा और शहर का मरा हुआ आभास पुनर्जीवित हो जाएगा. അതായത് പെട്ടെന്നാണ് നഗരം അല്ലെങ്കിൽ ആ ടൗണ് ഭയങ്കര സൈലൻ്റ് ആവുന്നത്. ഒരു വണ്ടീൻ്റെയോ ഒന്നും തന്നെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ ഒരു ഉല്ലു മാത്രം, ഒരു മൂങ്ങ മാത്രം ഒരേ ഗതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിൻ്റെ കുറച്ച് സമയങ്ങളിൽ എന്താണ്, നഗരം അങ്ങനെ സൈലൻ്റ് ആവാറില്ല, പക്ഷെ എന്തോ ഇപ്പോൾ ഒന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിചാരിക്കണം, എന്തെങ്കിലും വണ്ടി വന്നിട്ട് ഇപ്പോൾ വലിയ ശബ്ദത്തോടു കൂടി ഈ സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്നൊക്കെ. അപ്പോൾ വീണ്ടും നഗരത്തിൽ വീണ്ടും ശബ്ദം വരും എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. പൂരാ ഷഹർ കഹാം കബി നഹി സോത്ത യാ മർത്ത. ഈ നഗരങ്ങൾ ഉറങ്ങാറേ ഇല്ല, അല്ലെങ്കിൽ മരിക്കുന്നില്ല എന്ന് പറയും. സോത്ത യാ മർത്ത, നഗരങ്ങൾ ഉറങ്ങാറില്ല, മരിക്കാറില്ല. പക്ഷെ ഇപ്പം എന്തോ ഭയങ്കര സൈലൻ്റാണ്. बहुत से सोते हुए जान पड़ने वाले भी संक्षिप्त ध्वनियों के साथ या लगभग ध्वनिहीनता के बीच जागे होते हैं. रात काफ़ी बीत चुकी है और इस समय ये सब സിവായ് സോനയ്ക്ക് കിത്തന നിരർത്ഥക് ഹെ. അങ്ങനെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പിന്നെ പതുക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശബ്ദമില്ലായ്മയിൽ ഉറക്കത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം നിൽക്കുകയാണ്. രാത്രി കുറേ കഴിഞ്ഞു, അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. ഷായദ് പിതാ ഔത്ത് ഗയി ഹെ. करवट बदलने से उत्पन्न होने वाली घाट की चरमराहट, आम टटोलते समय सूखी अधसूखी पत्तियों के कुचलने की आवाज़, लाठी की फटक, मकान के फेरे के वक्त की घास, गंखार कुत्ते बिल्लियों को हटकाना कुछ सुन नहीं पड़ रहा है. इस विचार से कि पिता सो गई होंगे उसे परम शांति मिली और लगा कि अब वह भी सो सकेगा. അങ്ങനെ അതേപോലെ അച്ഛൻ്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല, അച്ഛൻ്റെ കട്ടിൽ ഇളകുന്നില്ല. അതുപോലെ തന്നെ മാങ്ങ പെറുക്കാൻ പോകുമ്പോൾ അവിടെ താഴെ മാഞ്ചോട്ടിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകളിൽ ചവിട്ടിയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ്, അതേപോലെ പുറത്ത് പോയിട്ട് കുത്തേനെയും ബില്ലീനെയും ഒക്കെ ഓടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ് അച്ഛനും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് പരം ശാന്തി മിലി. അച്ഛൻ സമാധാനമായി, അച്ഛൻ
ഉറങ്ങുകയാണ് എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പരമശാന്തി കിട്ടി. അപ്പോൾ ഇവർ വിചാരിക്കണം വബ്ബി ശ്വസിക്കുക, അപ്പോൾ ഇനി എനിക്കും ഉറങ്ങാലോ എന്ന് വിചാരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കം വരാത്തതിൻ്റെ മെയിൻ കാരണം ചൂടല്ല, അച്ഛൻ ഉറങ്ങുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമമാണ്. शीघ्र नींद के लिए उसके टकटकी बंद कर पंखे की तरफ देखना शुरू किया। गर्म हवा के बावजूद दिन भर की व्यर्थ थकान और सोच विचार से पस्त हो जाने की वजह से वह नींद में चित हो गया. അങ്ങനെ വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് അയാൾ ഈ ഫാനിനെ നോക്കി കിടന്നു. അങ്ങനെ ചൂട് കാറ്റാണ് ഫാനിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് അദ്ദേഹം ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീണു പോയി. थोड़े समय की भ्रांत व एकाएक कर उठ बैठा. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എണീറ്റു. उसने चारों तरफ कुछ देख पाने के लिए कुछ क्षणों तक घड़े हुए अंधेरों को घूरा. हुआ एक ही उसी शरीर में एकाएक बहुत गर्मी सी लगी थी और अजीब सी सरसराहट हुई. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീണു. പക്ഷെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇരുട്ടിലേക്ക് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ശരീരത്തിൽ ഭയങ്കര ചൂട് കൂടുന്നുണ്ട്, എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അവരും ഷായദ് പസീനെ സെ ബീക്കി ഠാങ്ക് പത്നിക്ക് ബദൻ സെ ചൂ ഗയി തി. വിയർത്ത അദ്ദേഹത്തിൻ്റെ ശരീരം വൈഫിനെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്, വൈഫിൻ്റെ ശരീരത്തിൽ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. മുഹമ്മേ ബുറാസ സോദ് ബർ ആയാത്ത, വായൻ്റെ അകത്ത് എന്തോ ഒരു ഈ വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട്. കിസി ബുരി ബിമാരിക്ക് കാരണം അക്സർ ഐസ ഹോ ജായ കർത്താ ഹേ. എന്തോ ഒരു വല്ലാത്ത അസുഖത്തിൻ്റെ തുടക്കമാണെന്നറിയില്ല, അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. വായിലൊരു ചളുപ്പ് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഈ വൊമിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ വെള്ളത്തിൻ്റെ ഒരു ഇത് വരൂലേ, അങ്ങനെയൊക്കെ എന്തോ ഒരു അവസ്ഥ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. उड़कर उसने 2-3 कुल्ले किए और ढेर सारा ठंडा पानी पिया. इतना सब कुछ वह नींद में ही करता रहा. അങ്ങനെ അദ്ദേഹം എണീറ്റ് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് വായൊക്കെ കഴുകി. ഇതൊക്കെ അദ്ദേഹം പാതി മയക്കത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. आंगन से पानी पीकर लौटते समय उसने इत्मीनान के लिए खिड़की के बाहर देखा. അങ്ങനെ മുറ്റത്തുനിന്ന് വെള്ളം കുടിച്ചിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ഉറങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് പുറത്തേക്ക് നോക്കി. अब तक नींद जो थोड़ी बहुत ही काफुर हो गई. पिता सो नहीं गई है अथवा कुछ सोकर पुनः जाहिर हुए है पता नहीं. അത്ര നേരം കുറച്ചെങ്കിലും പാതി മയക്കത്തിലായിരുന്നു, അതിപ്പം മുഴുവനായിട്ട് പോയി. കാരണം അച്ഛൻ അവിടെ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതായിരിക്കും, എന്താണെന്നറിയില്ല. അച്ഛൻ ഇപ്പം എന്താ ചെയ്യുന്നത്? അബി ഹി ഉനോനെ ഹേ റാം തൂ ഹി സഹാറാ ഹേ, ഭഗവാനെ നീ മാത്രമേ രക്ഷയ്ക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈക്ക് ജംഖായിലി ഒരു കോട്ടുവാവ് കൂടെ ഇടുകയാണ്. ഐസ ഉനോനെ കോയി ദബ്കർ നഹി കിയ. रात के लिहाज से काफ़ी शोर उड़ाते कहा है. അതായത് മറ്റുള്ളവർ ഒക്കെ നന്നായിട്ട് ഉറങ്ങുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു അച്ഛൻ ഭയങ്കര ഒച്ചത്തിലാണ് ഹേ രാം തൂ ഹി സഹാര എന്ന് പറയുന്നത്. ഷായദുനെ ഇത്മിനാൻ ഹൈ കി ഘർ മേ സബി ലോഗ് നിശ്ചിത രൂപ സെ സോ രഹേ ഹേ. അദ്ദേഹത്തിന് അറിയാം മറ്റുള്ളവർ എന്താണ്, ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും മറ്റുള്ളവർ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഹേ രാം തൂ ഹി സഹാര എന്ന് ഒച്ചത്തിൽ പറഞ്ഞത്. പിതാനെ अपना बिस्तरा घोल मोड़कर घाट के एक सिरे पर कर लिया है और वह सुराही से प्यालों में पानी ले लेकर अपनी गठिया की बांधों तर कर रहे हैं. सुराही से घाट तक और घाट से सुराही तक बार बार आते जाते हैं. बहुत बार ऐसा करने पर घाट की बांध तर हुई है. इसके बाद उन्होंने पानी पिया और पुनः एक बड़ी आवाज़दार जम्हाई के साथ लिपटे हुए बिस्तरे का सिरहाना बना निकरी घटिया पर लेट गई. അച്ഛൻ അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ കട്ടിൽ കയറ് കൊണ്ടുള്ളൊരു കട്ടിലാണ്. ആ കട്ടിലിന് മേലെ വിരിച്ചിട്ടുള്ള മെത്ത, ആ മെത്തേനെ മടക്കി കൂട്ടിയിട്ട് തലയണ വെക്കുന്ന പോലെ വെച്ചിട്ട് ആ കയറിൽ മുഴുവൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറത്തുള്ള ഓരോ ബാൽട്ടിയിൽ വെള്ളം എടുത്ത് വന്ന് ഈ കയറ് കട്ടിലൊഴിച്ച് കയറ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മെത്തേനെ തലയാണ പോലെ വെച്ചിട്ട് ആ കയറ് കട്ടിലിൽ അച്ഛൻ കിടക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ മകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. इसके बाद उन्होंने पानी पिया और पुनः एक बड़ी आवाज़ तो जम्हाई के साथ लिपटे हुए ബിസ്തറോം കാ സിർഹാന ബനാ നിക്കരി ഗഠിയ പർ ലേറ്റ് ഗയി. എന്നിട്ട് അദ്ദേഹം വീണ്ടും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു വലിയ കോട്ടുവായൊക്കെ ഇട്ടിട്ട് ബിസ്തറിൽ ആ തലയണ പോലെ വെച്ചിരിക്കുന്ന മെത്തയിൽ തല വെച്ചിട്ട് കിടന്നു. തടുക്ക ഹോനേമേ പതാ നഹി കിത്നി ദേർ തി. അപ്പോൾ നേരം വെളുക്കാൻ ഇനിയിപ്പോൾ എത്ര നേരം ഉണ്ടെന്നറിയില്ല, ഏകദേശം നേരം വെളുക്കാനൊക്കെ ആയിട്ടുണ്ടാവും. थोड़ी देर बाद पंगा ज़मीन पर गिरकर उनका थाइम हाथ गड़िया की पार्टी से झूलने लगा. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആ വിശറി എടുത്തിട്ട് വീശിക്കൊണ്ടാണ് കിടക്കുന്നത്. അത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ വിശറി താഴെ വീഴുന്ന സൗണ്ട് കേട്ടു. चारों तरफ धूमिल चांदनी फैलने लगी है. सुबह जो दूर है के भ्रम में पश्चिम से पूर्व की ओर कौवे खाऊ खाऊ करते उड़े और खिड़की से हटकर बिस्तरे पर आया. അപ്പോൾ നാല് വശത്തും ഈ ചന്ദ്രൻ്റെ പ്രകാശം വന്നു തുടങ്ങിയിരുന്നു. രാവിലെ ആവാൻ ഇനി കുറച്ചു നേരം ബാക്കിയുള്ളൂ. കാക്കകൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറക്കാൻ തുടങ്ങിയിരുന്നു. വ ഖിड़की से हटकर बिस्तरे पर आया. अंदर हवा वैसी ही लू की तरह गर्म है. दूसरे कमरे स्तब्ध है. पता नहीं बाहर कैसी उमस और बेचैनी होंगी. वह जागते हुए सोचने लगा, अब पिता निश्चित रूप से सो गई है शायद. അപ്പോൾ മകൻ വീണ്ടും അച്ഛൻ ഉറങ്ങാൻ കിടക്കുന്നത് കണ്ടു. ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും റൂമിലേക്ക് വരികയാണ്. നേരം വെളുക്കാൻ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ. അപ്പം എന്നാലും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് സമാധാനിച്ചുകൊണ്ട് മകൻ വരികയാണ്. ആ പിതാ നിശ്ചിത രൂപസേ സോ ഗയി ഹേ ഷായദ്. ഒരു പക്ഷേ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും, അതിൽ ഉറപ്പൊന്നുമില്ല. അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുന്നതിൽ മകന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നേരം മകനും ഉറങ്ങാൻ പറ്റാതിരുന്നത്. അപ്പോൾ അച്ഛൻ എങ്ങനെ വിളിച്ചാലും അച്ഛൻ ഇവരുടെ കൂടെ കൂടില്ല. ഇവർക്കാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് ഒന്നും ഉപേക്ഷിക്കാനും പറ്റൂല. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ മകൻ ബന്ധത്തെ പോലെ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടാൻ ഈ വയസ്സായ ആൾക്കാർ കാണിക്കുന്ന ഒരു ഈഗോ, അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ പോലും റെഡിയാവാത്ത പാരൻസ് ഇന്നും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു അച്ഛനാണ് ഇത്. അച്ഛൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾ, ഇപ്പോൾ അച്ഛൻ ഉറങ്ങാതെ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് സുഖിച്ചിട്ട് മക്കളും കിടക്കുന്നില്ല. മക്കളും അച്ഛന് വേണ്ടി ഉറക്കം ഒഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ എന്താ ഉറങ്ങാത്തതെന്ന് ഓർത്ത് അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ ഓർത്തിട്ട്. അപ്പോൾ ഇതിൽ മക്കളെയും നമുക്ക് തെറ്റു പറയാൻ പറ്റൂല, അച്ഛനെയും തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ട് കൂട്ടരുടെയും ഇടയിലുള്ളൊരു ഗ്യാപ്പ്, ഇല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്തൊരു സ്ഥിതി, അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈഗോയോ അങ്ങനെ പലതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണ് ഗ്യാനരഞ്ജൻ ജിൻ്റെ പിത എന്ന് പറയുന്ന കഹാനി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും 2 എപ്പിസോഡും കാണുക. താങ്ക് യു.